വെട്ടം അടിക്കുന്നു തോന്നുന്നല്ലോ. അതവിടുന്ന് വെട്ടം അടിക്കുന്നേ, ചെന്നൊന്ന് നോക്കാം. ഇതെന്തോ ഭയങ്കര വെട്ടം അടിക്കുന്ന അവിടുന്ന്, എന്തോ ഒന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ആവട്ടെ, ഞാൻ കിടന്നു വാങ്ങട്ടെ. എന്തായാലും ഇങ്ങനെ വെട്ടം അടിക്കുന്ന പേടി വരുന്നല്ലോ. അതിന് എന്തായാലും ആവട്ടെ, ഞാൻ കിടന്നു. അയ്യോ, രാവിലെ ആയ. ആഹാ, ഇത് കൊള്ളാലോ. ഞാനായിരുന്നു ആദ്യം ഇവരൊക്കെ എഴുന്നേക്കുന്ന മുമ്പ് എഴുന്നേക്കുന്നത്. ഇപ്പഴാണെങ്കിൽ ഈ ഇടയ്ക്കാണെങ്കിൽ ഞാൻ എഴുന്നേക്കുന്ന മുമ്പ് ഇവർ എഴുന്നേക്കുന്നു. ഇപ്പൊ ഇവർ എഴുന്നേറ്റില്ലല്ലോ, ഞാൻ എഴുന്നേറ്റ്. ഹലോ, എഴുന്നേക്ക രണ്ടെണ്ണോ. ഹലോ. ഓ, എന്തൊരു കഷ്ടം, ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ. എടി എഴുന്നേക്കാൻ. ഓ, ചേട്ടനോ? ഡി എഴുന്നേക്ക്, വല്ലതും കഴിക്കണ്ടേ? എനിക്കൊന്നും വിശക്കണം, എനിക്ക് ഉറക്കം വന്നിട്ട് പോയി. അമ്മ കഴിക്കാൻ എന്തൊക്കെ ഉണ്ടാക്കി. മണം കേട്ടിട്ട് ചിക്കൻ ബിരിയാണിയാന്ന് തോന്നുന്നു. ഹായ്, ചിക്കൻ ബിരിയാണിയോ? എന്തുവാണ് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോ ചാടി വീഴുന്നേ? ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ എന്റെ ഫേവറേറ്റ് ഇല്ലേ, അത് കേട്ട പിന്നെ ഞാൻ ചാടി എഴുന്നേക്കായിരിക്കോ. കൊതി എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉണ്ട് ബിരിയാണി കൊതിച്ചി. അതെ, ഞാൻ സത്യം പറയട്ടെ. എന്ത് സത്യം? ബിരിയാണി ഒന്നും അമ്മ ഉണ്ടാക്കില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ ചേട്ടന്റെ അഹങ്കാരം ഉണ്ട്, എന്നെ പറ്റിച്ചു. ഞാൻ ഓർത്ത് ബിരിയാണി ഇന്നാന്ന്. ഹലോ. അല്ല, ഇതാരെ രാവിലെ അങ്ങോട്ട് വന്നോ? അല്ല, വല്ലതും കഴിച്ചില്ലല്ലോ, പിന്നെ കളിച്ചാ പോരെ. എടാ പോടാ അവിടെ, ഞാൻ കളിക്കാനൊന്നുമില്ല വന്നത്. ഒരു കാര്യം പറയാനാ വന്നത്. എന്ത് കാര്യം? എടാ, ഇന്നലെ ഞാനാണെങ്കിൽ കിടന്ന് ഉറങ്ങുമായിരുന്നേ. അപ്പോഴാണെങ്കിൽ ഭയങ്കര വെട്ടം അടിക്കുന്നു ഞങ്ങളുടെ ജനാലെ കൂടെ. ഞാനൊന്നൊരു വെട്ടം അടിക്കുന്നുണ്ട് ഞങ്ങളുടെ ജനാലെ കൂടെ. ഇന്നലെ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ എന്ത് കാര്യത്തിനെ പറ്റി പറയുന്നേ? എടുത്തുമ്പി, ഞാൻ ഇന്നലെ കിടന്ന് ഉറങ്ങുമായിരുന്നേ. അപ്പോഴാണെങ്കിൽ ഭയങ്കര വെട്ടം അടിക്കും തോന്നി, കണ്ണി ഭയങ്കര വെട്ടം അടിക്കും തോന്നി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണെങ്കിലേ അത് നമ്മുടെ ജനാലില്ല ഇവിടുത്തെ, അവിടെ കൂടെ നല്ല വെട്ടം അടിക്കും നോക്കിയപ്പോ. പക്ഷെ എവിടുന്ന് വെട്ടം അടിക്കാൻ മനസ്സിലായില്ല, പക്ഷെ വെട്ടം വന്നോണ്ടിരിക്കുക. ശരിയാണ്, അതുപോലെ തന്നെയായിരുന്നു, ഭയങ്കര വെട്ടം വന്നോണ്ടിരിക്കുവായിരുന്നു. ഞാനപ്പോഴാണെങ്കിൽ അമ്മയെ വിളിച്ചു കാണിച്ചു, അമ്മയ്ക്ക് എന്തോ മനസ്സിലായില്ല. എന്തായാലും എന്താണോ എന്തോ വെട്ടം അടിക്കുന്നത്, നമുക്ക് ഇന്ന് രാത്രി ഉണ്ടോ നോക്കാം. ശരി, ഞാനൊന്നൊരു കാര്യം ഇന്ന് നിങ്ങളുടെ അടുത്ത് കിടക്കട്ടെ. ആ വെട്ടം എന്താ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നോക്കിയാലോ? അത് ശരിയാ, നമുക്ക് വെട്ടം എന്തോന്ന് ഒരുമിച്ച് നോക്കുന്നു രാത്രി. ശരി, ഞാനൊന്ന് വീട്ടിൽ പോവാ, വല്ലതും കഴിക്കാതെ വിശന്നിട്ട് വയ്യ. ശരിയടി, നീ വെക്കോ. അല്ല ചേട്ടാ, എന്ത് വെട്ടം അടിച്ചത്? എടി, എനിക്ക് അറിയത്തില്ല എന്തോ വെട്ടം അടിച്ചത്. എന്തോ ഒരു വെട്ടം അടിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഭയങ്കര, അത്ര എനിക്ക് അറിയത്തുള്ളൂ. ഇത് ഞാനും കണ്ട്, ദേവും കണ്ട്. എന്തായാലും എന്തായിരിക്കും എന്തോ, ആർക്കറിയാം. ദേവും എന്തായാലും നമ്മുടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തോ സംഭവം. ശരി ചേട്ടാ, ഞാനൊന്ന് പോയി പല്ലി ആക്കട്ടെ. നിനക്ക് വേണമെങ്കിൽ വന്ന് പല്ലി വെച്ചിട്ട് കഴിക്കണി. ഞാൻ വരാം. അമ്മ നൂഡിൽസ് ഉണ്ടാക്കിയേ. ഞാനെന്താ ഇവിടെ കട്ടിലിന്റെ മുകളിൽ കിടക്കുന്ന? അമ്മ എപ്പോഴാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നല്ലോ. അപ്പൊ അതൊക്കെ എവിടെ പോയി? ബെസ്റ്റ്, ഞാൻ സ്വപ്നം കണ്ടതാ. അമ്മയാണ് എനിക്ക് നൂഡിൽസ് ഒന്നും ഉണ്ടാക്കി തരുന്നില്ല, കൊള്ളത്തില്ലെന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് ഇപ്പൊ എത്ര നാളായി നൂഡിൽസ് കഴിച്ചിട്ട്. പക്ഷേ അമ്മയാണ് ഇടയ്ക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കും, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് ബിരിയാണിക്കാൾ ഇഷ്ടം നൂഡിൽസ്. പക്ഷെ എന്താ പറയാൻ, അമ്മ നൂഡിൽസ് ഉണ്ടാക്കി തരത്തില്ലല്ലോ എനിക്ക്. അല്ല, ചേട്ടൻ ചേച്ചി ഇതവിടെ പോയി. അവര് നേരത്തെ എഴുന്നേറ്റാണ്, ഞാനാ ലാസ്റ്റ് എഴുന്നേറ്റെ. വിശന്നിട്ട് വയ്യ, പല്ലി വെച്ചിട്ടാണെങ്കിൽ വല്ലതും കഴിക്കാം. മക്കളെ കണ്ണാ, മക്കളെ. അച്ഛൻ കടയിൽ പോയിട്ട് വന്നോ? മക്കളെ, അച്ഛനെ എനിക്ക് സാധനം എടുത്ത് അകത്ത് വെക്കാവോ? അതിനച്ഛ അച്ഛന്റെ സാധനം ഒന്നും ഇല്ലല്ലോ. ഞാനാണെങ്കിൽ സ്കൂട്ടിയുടെ ദിക്കി വെച്ചേക്കോ, അത് എടുത്തു തരാം. എന്നാ മക്കളെ സാധനം. മക്കളെ ഈ സാധനം അതുകൊണ്ട് അകത്ത് വെക്കേ. അല്ല അച്ഛൻ, ഇന്നലെ രാത്രി ഞങ്ങളാണെങ്കിൽ കിടന്ന് ഉറങ്ങുമായിരുന്നേ. അപ്പോൾ എന്റെ കണ്ണിലേക്ക് ഭയങ്കര വെട്ടം അടിക്കുന്ന എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എന്നിട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ജനാലിൽ കൂടെ നല്ല വെട്ടം അടിക്കുന്ന അച്ഛാ. വെട്ടം അടിക്കുന്നു അതോടുന്ന്? അത് ചിലപ്പോ നമ്മുടെ വെളിയിലിട്ട ലൈറ്റിന്റെ ആയിരിക്കും. അതൊന്നും അല്ല അച്ഛാ, അതൊക്കെ ഓഫ് ചെയ്തിട്ടേക്കുവാ. അത് അതിന്റെ ചെറിയ വെട്ടമില്ല, അതൊന്നും ഭയങ്കര വെട്ടം അടിക്കുന്ന നോക്കിയപ്പോ. അച്ഛൻ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല മക്കളെ, ഇന്ന് രാത്രി ഉണ്ട്. അച്ഛനെ വിളിച്ചാൽ മതിയെ. ശരിയാ അച്ഛാ. പിന്നെ അച്ഛൻ ദേവും കണ്ടെന്ന് പറഞ്ഞു. ദേവും കണ്ടോ? അപ്പൊ എന്തോ കാര്യമുണ്ട്. മക്കളെന്തായാലും അകത്തു, അച്ഛൻ രാത്രി നോക്കാം. ശരി അച്ഛാ. A few moments later. നമ്മളത് എപ്പോഴത്തേക്ക് ഒരു ലൈറ്റ് വന്നില്ലല്ലോ. ഇപ്പൊ രാത്രി 10 മണി എന്നിട്ട് ലൈറ്റ് വന്നില്ല. ഇന്നലെ ഏകദേശം എത്ര 12 മണി ആ സമയത്ത് ലൈറ്റ് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, 12 മണിയായിരുന്നു തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. ചേട്ടൻ മാത്രം ലൈറ്റ് കണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കത്തില്ല, പക്ഷെ ദൈവം കണ്ടെന്ന് പറഞ്ഞ വിശ്വാസം വന്നു എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വല്ല ചുമ്മാ വല്ല പറയുമായിരിക്കും. ഇത് പോടി അവിടെ ഞാൻ കണ്ട്, പിന്നെ ദൈവം കണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഇന്നലെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴേ കണ്ണിനൊക്കെ ലൈറ്റ് അടിച്ചു. അപ്പൊ നോക്കിയപ്പോഴാണെങ്കിൽ ലൈറ്റ് അടിക്കുന്നത്. എന്നിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞേ കണ്ടെന്ന്. ഞാനും ഇതെല്ലാം തിരാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു നമ്മളിവിടെ. അപ്പോഴാണ് ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ ഭയങ്കര വെട്ടം അടിക്കുന്നത് എവിടുന്നോ. പക്ഷെ എവിടുന്ന് അറിയത്തില്ല. പിന്നെ അമ്മയെ വിളിച്ചാൽ അമ്മയ്ക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇതെന്താ ആരും ഉറങ്ങിയില്ലേ? അമ്മൂമ്മേ, ഇതൊന്നും നിങ്ങൾ ഉറങ്ങുന്നില്ല, കഥയും പറഞ്ഞിരിക്കുകയാണോ? അമ്മൂമ്മ, ഞാനും ഇവളും ഇന്നലെ രാത്രി കണ്ട ദൈവം ഇന്നലെ രാത്രി കണ്ട ലൈറ്റ് ഇല്ല, അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ഇവിടെ വെച്ചാണെങ്കിൽ ആ ജനാലിൽ ലൈറ്റ് അടിക്കുന്നുണ്ട്. ദൈവമാണ് ദൈവന്റെ വീട്ടിൽ വെച്ച് ലൈറ്റ് അടിക്കുന്നുണ്ട്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ എന്തോ ഒരു ദുരോഹിത ഇല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഈ ലൈറ്റ് നോക്കിയിരിക്കുന്നത്. എന്റെ മക്കളെ, നിങ്ങൾ ഈ ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കണം ഉറങ്ങ്. അതൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ലൈറ്റ് അടിക്കുന്നതായിരിക്കും ഇവിടുന്ന്. അങ്ങനെ ലൈറ്റ് അടിക്കേണ്ട കാര്യം എന്താ അമ്മൂമ്മ? എന്തായാലും ഞങ്ങൾ നോക്കിയിട്ടിരിക്കത്തുള്ളൂ. ശരി മക്കളെ, അമ്മൂമ്മ എന്നാ പോവാണേ. ശരി അമ്മൂമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മക്കളെ. അമ്മൂമ്മ എവിടെ പോയി? അമ്മയാണെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യേണ്ട ഉറങ്ങാൻ പോയി. മക്കൾ നിങ്ങളെ ലൈറ്റ് നോക്കിയിട്ട് ഉറങ്ങ്. ഇല്ല അമ്മൂമ്മ, ഞങ്ങളെ ലൈറ്റ് നോക്കിയിട്ട് ഉറങ്ങത്തുള്ളൂ പ്ലീസ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ശരിയാ, ഞാൻ പോവാ. ശരി അമ്മൂമ്മ. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. ഇപ്പൊ ലൈറ്റ് ഇപ്പൊ തന്നെ ഇവിടുന്ന് വരാനാ. അതൊന്ന് പുറത്ത് വെട്ടം അടിക്കുന്നേ. വെട്ടം വന്നു. വെട്ടം വന്നോ? അയ്യോ, ഇതാണ് നിങ്ങൾ പറഞ്ഞ വെട്ടം. അയ്യോ, നല്ല വെട്ടം ഉണ്ടല്ലോ. ഇതാ ഞങ്ങൾ പറഞ്ഞ വെട്ടം. അപ്പൊ നിനക്കല്ലായിരുന്നു വിശ്വാസം ഇല്ലാതെ ഞങ്ങൾ വെറുതെ പറയാ, കള്ളം പറയാ. ഇപ്പൊ കണ്ടില്ലേ, വെള്ളം വെട്ടം അടിക്കുന്നുണ്ട്. ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലേ, സത്യം വരുന്നല്ലേ? പിന്നെ അല്ല, സത്യമല്ലേ പറഞ്ഞ ഞങ്ങള്. എടാ, ഈ ലൈറ്റ് തന്നെ ഞാൻ ഇന്നലെ കണ്ടത്. ഞാൻ ഈ ലൈറ്റ് ഒന്നും ഇന്നലെ കണ്ടത്. ഇത് എവിടുന്നാണ്
എന്തോ അടിക്കുന്നേ? പറഞ്ഞാൽ അച്ഛനെ ഞാൻ പറഞ്ഞു ഈ കാര്യം. അപ്പൊ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ലൈറ്റ് വരാണ്ട് വിളിക്കാൻ പറഞ്ഞു. അച്ഛനെ വിളിക്കാൻ ഞാനാണ് അച്ഛനെ വിളിച്ചിട്ട് വരാം. എന്തായാലും എവിടുന്ന് ആയിരിക്കും എന്താ ലൈറ്റ് അടിക്കുന്നത്? ചേച്ചി നമുക്ക് ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്നത് കണ്ടുപിടിക്കാം. അച്ഛനെ വിളിച്ചോണ്ട് വരട്ടെ ചേട്ടൻ. വെട്ടം അടിക്കുന്നു എവിടെ മക്കളെ? അച്ഛനോട് ഞാൻ വൈകിട്ട് പറഞ്ഞില്ലായിരുന്നു അവിടുന്ന് ഭയങ്കര വെട്ടം അടിക്കുന്നു ഇന്നലെ കണ്ടെന്ന്. ദേ അതുപോലെ പിന്നെ അടിക്കുന്നത്. അച്ഛനൊന്ന് ആ നോക്കച്ചാ. ആ ഞാൻ വരും മക്കളെ. എവിടെ മക്കളെ വെട്ടം അടിക്കുന്നേ? ദേ അങ്ങോട്ട് നോക്ക്. ശരിയാണല്ലോ, ഇത് അവിടെ വെട്ടം അടിക്കുന്നേ. ഇത് ചിലപ്പോ വല്ല ജംഗ്ഷൻ നല്ല വരുന്ന വെട്ടമായിരിക്കും. അല്ല അച്ഛൻ ഇത് ജംഗ്ഷനിൽ വരുന്ന വെട്ടം ഭയങ്കര വെട്ടല്ലേ ഇത്. ഇതെന്തായാലും ഇവിടുന്നാണ് വെട്ടം വരുന്നേ? അച്ഛന് വല്ല മനസ്സിലായോണ്ടിട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മക്കളെ. ഞാൻ അത് കണ്ടപ്പോ വിചാരിച്ച ജംഗ്ഷനിൽ അല്ല അടിക്കുന്നത്. പക്ഷെ ജംഗ്ഷനിൽ നിന്നൊന്നും അല്ലത്. അച്ഛന് മനസ്സിലായില്ല എന്തുവാന്ന്? ഇല്ല മക്കളെ, എനിക്ക് മനസ്സിലായില്ല വെട്ടം അടിക്കുന്ന എന്തുവാന്ന്. അതിനെന്തെങ്കിലും ആട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്. എല്ലാരും കിടന്ന് ഉറങ്ങി, രാത്രിയായി. ശരി അച്ഛാ. ശരി എന്നാ അച്ഛൻ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. എന്തായാലും എവിടുന്നാണോ എന്തോ വെട്ടം അടിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. വെട്ടം അടിക്കുന്ന അങ്ങോന്നും കണ്ട. നാളെ ആണെങ്കിൽ അങ്ങോട്ട് ചെന്ന് നോക്കാം. എന്റെ ചേട്ടന് വേറെ പണിയൊന്നുമില്ല, വെട്ടം അടിക്കുന്ന നോക്കാൻ പോകുന്നു. അത് ഈ രാത്രി. എടി ഞാൻ രാത്രി നോക്കാൻ പോകുന്നില്ലെന്ന്, രാവിലെ നോക്കാൻ പോകുന്നു. ചേട്ടന് വേറെ പണിയൊന്നുമില്ല, രാവിലെ നോക്കാൻ പോകണ്ട. ആ ലൈറ്റ് എവിടെ കിടന്ന് അടിക്കട്ടെ. ചേട്ടൻ എന്താ എന്തായാലും ഉറക്കം വരത്തില്ല ലൈറ്റ് ഇങ്ങനെ അടിച്ചാ. ചേട്ടൻ അവിടെ കറക്റ്റ് കൊണ്ടിട്. ഇവിടെ കർട്ടനൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്റെ അടുത്ത് കർട്ടനൊന്നും ഇടാനില്ല. നാളെ വല്ല അച്ഛനോട് വല്ല കർട്ടൻ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇടാ ഇവിടെ. അല്ലെ പിന്നെ ഉറക്കം നടക്കത്തില്ല. എന്തോ വട്ടം അടിക്കുന്നേ? അല്ല ചേട്ടാ, ചേട്ടൻ താഴെ കേട്ടോ. അതൊന്നും ഞാൻ താഴെ കിടക്കുന്നേ. ചേട്ടൻ മറന്നു, ദേവു വന്ന്. ദേവും കൂടി കട്ടില കിടന്നാലേ ചേട്ടന്റെ സ്ഥലം പോകാൻ. ചേട്ടൻ താഴെ കിടക്ക്. ഞാൻ താഴെ കിടക്കണം. എന്നാ ഞാൻ വീട്ടിൽ പോട്ടെ. അല്ല എടാ, നിനക്ക് കട്ടില കിടക്കണ്ടേ? അപ്പൊ ഞാനിവിടെ കിടന്ന സ്ഥലം പോത്തില്ലേ? വേണ്ടല്ലോ, നീ കട്ടില കിടന്നേ. ഞാൻ തറ കിടന്നോളാം. ഞാൻ തറ കിടന്നിട്ടുണ്ട് കുറെ പ്രാവശ്യം. എന്നാ ശരി. എന്തൊരു കഷ്ടം, എന്ത് വട്ടം അടിക്കുന്ന, ഉറങ്ങാനും പറ്റുന്നില്ല. ഇവര് മൂന്നുപേരും കിടന്ന് ഉറങ്ങിയാ, ഞാൻ മാത്രം ഉറങ്ങാത്തെ. എന്തായാലും ആരാണെന്ത് വട്ടം അടിക്കുന്നേ? ഇതിനൊക്കെ എന്തിന്റെ ഏടാണെന്ത് ഇങ്ങോട്ട് തന്നെ വട്ടം അടിക്കണ്ടേ? അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങാം, അതാകുമ്പോ വട്ടം അടിക്കത്തില്ല. അയ്യോ, അതെന്ത് സൗണ്ട് കേൾക്കുന്നേ? എന്തോ ചിരിക്കുന്ന പോലത്തെ സൗണ്ട്. ആരാണെന്ന് ചിരിക്കുന്നതിനെ? കൺമണിമുളല്ലേ ഉറക്കത്തില്ല, സ്വപ്നം കണ്ടിട്ടല്ലേ ചിരിക്കാണോ? അവളൊന്നും അല്ല, അവൾ നല്ല ഉറക്കോ. ആ ലൈറ്റ് ഒന്നും കാണാനില്ലല്ലോ ഇപ്പോഴും. ലൈറ്റ് ഓഫ് ആയോ? എന്റെ അമ്മയെ പേടി വരുന്ന കൂടെ. ദേവു, ദേവു. അയ്യോ, എന്റെ പേരാരോ വിളിക്കുന്നേ? അയ്യോ, പേടി വരുന്നു. കൺമണിമുള കണ്ണ, കൺമണിമുള കണ്ണ, തുമ്പി എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്റെ അമ്മ, ഇവരാരും എഴുന്നേക്കുന്നില്ലല്ലോ, പേടി വരുന്നു. ദേവു, ദേവു. അയ്യോ, എന്റെ അമ്മ, എന്റെ പേരാരോ വിളിക്കുന്നേ? അയ്യോ, പേടി വരുന്നു. കേറി കിടന്ന് ഉറങ്ങാം. എന്റെ അമ്മ കിടന്ന് ഉറങ്ങാം. ദേവു, ദേവു, എഴുന്നേക്ക്. അയ്യോ, എന്റെ പേര് പിന്നെ വിളിക്കുന്നു. ദേവു ചേച്ചി, എഴുന്നേക്ക്. ദേവു ചേച്ചി, എഴുന്നേക്ക് ദേവു ചേച്ചി. നീയോ? അതെ ദേവു ചേച്ചി, ഞാനാ. ദേവു ചേച്ചിനെ പറ്റിച്ചേ ഞാൻ. ദേവു ചേച്ചി എഴുന്നേക്കാൻ പറഞ്ഞ ഞാൻ തന്നെയാ. അപ്പൊ അവിടുന്ന് ലൈറ്റ് ഘടിപ്പിച്ച നീയാണോ? അത് ഞാനൊന്നുമല്ല, അതെനിക്കറിയത്തില്ല അവിടുന്ന് ലൈറ്റ് അടിക്കുന്നേന്ന്. പക്ഷെ ഈ സൗണ്ട് ഉണ്ടാക്കി ദേവു ചേച്ചി വിളിച്ചു ദേവു ചേച്ചി പറ്റിച്ചേ ഞാനാ. ദേവു ചേച്ചി, എടീ പോടി അവിടുന്ന്. ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ? സോറി ചേച്ചി. ദേവു ചേച്ചി, പോയി കിടന്ന് ഉറങ്ങ.